സ്ഥിരീകരിക്കട്ടെ. എൻ്റെ പേര് ജാസ്മിൻ. ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചുള്ളിമാനൂർ എന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കോൺട്രാക്റ്റ് ബേസിൽ നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 4 വർഷമായിട്ട് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടൈലറിങ്ങിൻ്റെ കോൺട്രാക്റ്റും എനിക്കുണ്ടായിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ 2024 മാർച്ചിൽ അത് പുതുക്കേണ്ട സമയമായിരുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് 4/7/2023 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എന്നാൽ ആ ഉടമ്പടി എനിക്ക് പാലിക്കാൻ സാധിച്ചില്ല. കാരണം മുടക്കം കൂടാതെ പ്രാർത്ഥിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിനിടയ്ക്ക് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും ഞാൻ ജനുവരി മാസം 24-ാം തീയതി 2024 വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി. അതിനുശേഷം ഞാൻ ഉടമ്പടിയിൽ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. 2023 മാർച്ചിൽ ഈ കോൺട്രാക്റ്റ് വരികയും ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് ലഭിക്കാൻ. അത് ലഭിച്ചില്ല എങ്കിൽ എൻ്റെ 2 മക്കളുടെയും പഠനം പാതി വഴിയിൽ നിന്ന് പോകുന്ന അവസ്ഥയായിരുന്നു. മകൾ BSc നഴ്സിങ്ങിനും മകൻ മെർച്ചൻ്റ് നേവിക്കും പഠിക്കുകയായിരുന്നു. അവരുടെ ഫീസ് അടയ്ക്കാനും ഒത്തിരി കടങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അതെനിക്ക് പുതുക്കി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട ഒരു വക്കിലായിരുന്നു. ഞാൻ അങ്ങനെ ഇരുന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവും കുട്ടികളും പറഞ്ഞു, അമ്മേ നമുക്ക് പ്രാർത്ഥിക്കാം, മാതാവ് നമുക്കത് തരുമെന്ന്. അതുപോലെ ഞാൻ ആ വിഷയം വെച്ച് കണ്ണുനീരോടെ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. മാർച്ച് മാസത്തിൽ 3-ാം തീയതി കോൺട്രാക്റ്റ് 2:30 ടെൻഡർ പൊട്ടിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ 1 മണിയായപ്പോൾ അവിടെ നിന്ന് ഓഫീസർ വിളിച്ചറിയിച്ചു, ജാസ്മിൻ 2 മണിക്കാണ് ടെൻഡർ പൊട്ടിക്കുന്നത്, മെഡിക്കൽ സൂപ്രണ്ടിന് വേറൊരു മീറ്റിംഗ് ഉള്ളതിനാൽ നേരത്തെ എത്തണമെന്ന് അറിയിച്ചു. ഞാൻ ഓടി അവിടെ എത്തുകയും 2 മണിക്ക് തന്നെ ടെൻഡർ ഓപ്പൺ ചെയ്തു. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. മുന്നിലത്തെ പ്രാവശ്യം 7 കോൺട്രാക്റ്റ് വന്ന സ്ഥാനത്ത് അന്ന് എൻ്റെ ഒരു പേപ്പർ മാത്രമാണ് അവർക്ക് ലഭിച്ചത്. 2 മണിക്ക് ഓപ്പൺ ചെയ്യുകയും 2:10 ഓഫീസിൽ നിന്നൊരു കോൾ വരുന്നു, അവിടെ 3 കോൺട്രാക്റ്റ് കൂടി ഇരിപ്പുണ്ടെന്ന്. സമയം കഴിഞ്ഞതിനാൽ അത് അവർ നിരസിക്കുകയും പുതുക്കിയ തുക എനിക്ക് കിട്ടിയില്ല, എന്നാൽ പോലും പഴയ തുകയിൽ തന്നെ എനിക്ക് 2 വർഷത്തേക്ക് നീട്ടിത്തരികയും ജൂൺ മാസത്തിൽ മെയ് മാസത്തിലേക്ക് ഇലക്ഷൻ നടക്കുന്നതിനാൽ 3 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് തരികയും ചെയ്തു എൻ്റെ അമ്മ മാതാവ്. രണ്ടാമത്തെ കാര്യം, എൻ്റെ മകൾക്ക് എക്സാം വളരെ പാടായിരുന്നു. BSc നഴ്സിങ്ങിനാണ് അവൾ പഠിക്കുന്നത്. അപ്പം കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചു. ഞാനും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. അവൾക്ക് ആ റിസൾട്ട് വന്നപ്പോൾ ഡിസ്റ്റിങ്ഷൻ മാർക്കുണ്ട്. മകൻ മെർച്ചൻ്റ് നേവിക്കായിരുന്നു. അവനും പഠിപ്പിക്കാത്ത വിഷയങ്ങളെക്കുറിച്ചാണ് ഒത്തിരി അവർ പഠിപ്പിച്ചതിനേക്കാളും വേറെ ചോദ്യങ്ങളാണ് വന്നത്. അപ്പോൾ അവൻ എക്സാമിന് കയറുന്നതിന് മുന്നേ പറഞ്ഞു, അമ്മ നേരത്തെ എഴുതിയ കുട്ടികൾക്കെല്ലാം നല്ല ടഫായിരുന്നു, പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ വീട്ടിലിരുന്ന് കാശ് രൂപം വെച്ച് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. പരീക്ഷ കഴിഞ്ഞിറങ്ങിയ ഉടനെ എൻ്റെ മകൻ പറയുകയാണ്, അമ്മേ പഠിച്ചതോ ഒന്നുമല്ല. ചോദ്യം വായിച്ച ഉടനെ എൻ്റെ മനസ്സിൽ ആൻസറുകളുടെ ഒരു ഒഴുക്കായിരുന്നു. ഞാൻ എല്ലാത്തിനും ആൻസർ എഴുതി. മിനിഞ്ഞാന്ന് അവൻ്റെ റിസൾട്ട് വന്നു, അവൻ പാസ്സായി. ഇന്ന് രാവിലെ എറണാകുളത്ത് 10 മണിക്ക് എത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇവിടെ കൃപാസനത്തിൽ അമ്മയുടെ സന്നിധിയിൽ വന്നിട്ടാണ് അവൻ അവിടേക്ക് പോയിരിക്കുന്നത്. ഇനി എത്രയും വേഗം അവന് ട്രെയിനിങ്ങിന് കയറാനുള്ള അനുഗ്രഹവും മാതാവ് തരട്ടെ. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഉണ്ണീശോയ്ക്കും 1000 നന്ദി. കാരുണ്യ പ്രവർത്തികൾ, ഞാൻ മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലാത്ത അനാഥരായ ഒരുപാട് രോഗികൾ വരാറുണ്ട്, സെൽ പേഷ്യൻസ് വരാറുണ്ട്. അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയും വസ്ത്രം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ വരുന്ന രോഗികൾ വേദന എടുത്ത് അവിടെ വിഷമിച്ചിരിക്കുമ്പോൾ അവർക്ക് ഞാൻ പത്രം കൊണ്ടുവന്ന് കൊടുക്കുകയും അവരെ മാതാവിലേക്ക് അടുപ്പിക്കുകയും വിശ്വാസം വർദ്ധിപ്പിക്കുകയും ഒത്തിരി പേര്, ഞാൻ കാരണം 2 പേര് വന്ന് ഉടമ്പടി എടുക്കുകയും അവർക്ക് ഒത്തിരി അനുഭവങ്ങൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ജാസ്മിൻ എന്ന സഹോദരിയാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത്. ഈ അൾത്താരയിൽ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളിലും നമ്മൾ കേൾക്കാറുണ്ട് എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവർ ഉടമ്പടിയിൽ വയ്ക്കുന്ന ആവശ്യങ്ങളിൽ പരിഹാരമായിട്ട് കടന്നു വരുന്നതെന്ന്. മനുഷ്യന് അസാധ്യമായിട്ട് തോന്നുന്ന പല കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നതെന്ന് ചോദിച്ചാൽ, ആ വ്യക്തിയുടെ വിശ്വാസ ജീവിതത്തിൽ ആ വ്യക്തി എടുക്കുന്ന ത്യാഗത്തിൻ്റെയും ആ വ്യക്തി എടുക്കുന്ന പ്രത്യേകമായിട്ടുള്ള കരുതലിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ്. ഉടമ്പടി ജീവിതത്തിൽ ഒരു വ്യക്തി തൻ്റെ വിശ്വാസ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ട് ഉടമ്പടി ജീവിതത്തിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തതയോടും കൃത്യതയോടും കൂടി ചെയ്യുവാനായിട്ട് തയ്യാറാകുമ്പോഴാണ് പരിശുദ്ധ അമ്മ ആ ജീവിതത്തിൽ അവരുടെ ഉടമ്പടി നിയോഗങ്ങളിൽ സാധ്യമായിട്ട് കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ഈ സഹോദരിയും നമ്മളോട് പങ്കുവച്ചു എങ്ങനെയാണ് ഈ സഹോദരിയുടെ തൊഴിലിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളിലും മക്കളുടെ പഠനത്തിൻ്റെ ആവശ്യങ്ങളിലും പരിശുദ്ധ അമ്മ ഇടപെട്ടതെന്ന്. നമുക്ക് ഈ കുടുംബത്തോട് ചേർന്നതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും നന്ദി പറഞ്ഞ് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.